നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം അത് നേടുന്നതോടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യം മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതോടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം എന്നും ആത്മാർത്ഥമായി നിലകൊള്ളും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്റെ ജീവിതം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സമർപ്പിച്ച് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ ആശയും ആശ്രയവുമായി നിലകൊള്ളുന്ന സീമാജി നായർ എന്ന നടിയുടെ കാരുണ്യ വഴികളിലേക്ക് നമുക്കും ഒന്ന് കടന്നു ചെല്ലാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ മഹത്തരം അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ്. സിനിമയിൽ കോടികൾ കൂമ്പാരം കൂട്ടി അതിനുമേൽ അടയിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഒരു കാലി ചായ പോലും വാങ്ങിക്കൊടുക്കാൻ മടികാട്ടുന്നവരാണ് ഇക്കൂട്ടർ. കയ്യിലിരിക്കുന്ന കള്ളപ്പണം കത്തിച്ചു കളഞ്ഞാലും കണ്ണീരൊഴുക്കുന്നവർക്ക്, തീരാ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന കൂടെയുള്ളവർക്കും കാൽ കാശിന്റെ സഹായം ചെയ്യാത്തവരാണ് ഇവരിൽ പലരും. കോടീശ്വരന്മാരായ സെലിബ്രിറ്റികളെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന ഫാൻസുകാർ അറിയണം, അവർ കാണണം, ഇതേ സിനിമാ രംഗത്ത് തന്നെ പാവങ്ങളുടെ കണ്ണീര് തുടയ്ക്കുന്ന, അവരുടെ ദീനരോദനം കേൾക്കുന്ന ഒരു മാലാഖയുണ്ടെന്ന്. കാരുണ്യത്തിന്റെ രശ്മികൾ ചൊരിയുന്ന ആ നടിയുടെ പേരാണ് സീമാജി നായർ. ഇവരെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയേണ്ടത് മനസ്സാക്ഷിയുള്ള കലാകാരന്മാരുടെ കടമയാണ്. അവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് കടുത്ത അവഗണനയും അപരാധവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണത്തിന് വേണ്ടി എന്ത് നീച കൃത്യവും ചെയ്ത് പരസ്പരം പോരാടുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവിടെയാണ് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നിറകുടമായി നിലകൊള്ളുന്ന, പല കുടുംബത്തിന്റെയും അത്താണിയായി തന്റെ ജീവിതം സമർപ്പിച്ച സീമാജി നായർ എന്ന നടിയെയാണ് നാം കാണേണ്ടത്. പ്രശസ്ത നാടക നടിയായിരുന്ന ചേർത്തല സുമതിയുടെ മകളാണ് സീമാജി നായർ. അമ്മയിൽ നിന്നും അഭിനയ പാടവം മാത്രമല്ല ഈ മകൾക്ക് പകർന്നു കിട്ടിയത്. സഹജീവികളെ സഹായിക്കുക എന്ന മനുഷ്യത്വപരമായ പ്രവൃത്തിയും ഈ അമ്മയിൽ നിന്നു തന്നെയാണ് ലഭിച്ചത്. ക്യാൻസർ രോഗബാധിതയായാണ് ഈ അമ്മ മരിച്ചത്. അമ്മയെപ്പോലെ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെയാണ് ഈ മകളും അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. നാടകത്തിൽ തന്റേതായ വ്യക്തിമുദ്രയും പതിപ്പിച്ച് അവാർഡുകളും കരസ്ഥമാക്കിയതിനു ശേഷമാണ് ടെലിവിഷൻ സീരിയൽ രംഗത്തേക്കുള്ള സീമയുടെ കടന്നുവരവ്. ദൂരദർശനിലെ ചേരപ്പായി കഥകൾ എന്ന സീരിയലിലൂടെ കടന്നുവന്ന് ദൂരദർശനിലെ തന്നെ ആദ്യ മെഗാ സീരിയലായ മധുമോഹൻ സംവിധാനം ചെയ്ത മാനസി എന്ന സീരിയലിലെ അനിത എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി അവർ പ്രശസ്തി നേടി. അക്കാലത്ത് പിന്നീടുള്ള സീരിയലുകളുടെ വിജയത്തിന് സീമാജി നായരുടെ കയ്യൊപ്പും അനിവാര്യമായിരുന്നു. പിന്നീട് സിനിമയിലേക്കുള്ള കടന്നുവരവിന് സീമയെ സഹായിച്ചത് നടൻ ജോസ് പ്രകാശും അദ്ദേഹത്തിന്റെ അനുജൻ പ്രേം പ്രകാശുമാണ്. പത്മരാജന്റെ പറന്നു 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 എന്ന ചിത്രമായിരുന്നു അത്. സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ചോദിച്ചോ തേടിയോ പോകുന്ന സ്വഭാവക്കാരിയല്ല സീമാജി നായർ. അതുകൊണ്ടാകാം അവർക്ക് അവസരങ്ങൾ കുറയുന്നതും. അതിനവർ കാരണവും പറയുന്നുണ്ട്. ഏതെങ്കിലും ഡയറക്ടർമാരെ കണ്ട് അവസരങ്ങൾ ചോദിക്കുമ്പോൾ അതവർക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ അതവർക്കും വിഷമമാകും, എനിക്കും വിഷമമാകും. സംവിധായകൻ സിദ്ദീഖിന്റെ കാബൂളി ബാല എന്ന ചിത്രത്തിൽ ക്ഷണിച്ചതിനെ കുറിച്ച് സീമ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചപ്പോൾ സീമയ്ക്ക് ആ വിളിയിൽ സംശയം തോന്നി. സിദ്ദീഖിനെ പോലുള്ള വലിയൊരു സംവിധായകൻ തന്നെ വിളിക്കുമോ എന്നുള്ളതായിരുന്നു ആ സംശയം. തന്നെ ആരോ മനഃപൂർവ്വം കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ ധരിച്ചു. പിന്നീട് വന്ന അവരുടെ കോളുകളൊന്നും തന്നെ സീമ എടുത്തില്ല. അങ്ങനെ ആ പടം നഷ്ടമായെന്നും സീമ പറയുന്നു. നടൻ സൗബിന്റെ വാപ്പ ഷഹീർ ബാബു ആയിരുന്നു അന്ന് ആ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഈ വിഷയത്തെക്കുറിച്ച് ഷഹീർ ബാബു എന്നോട് പറഞ്ഞത്, ആദ്യത്തെ വിളിക്ക് ശേഷം അവരെ ബന്ധപ്പെടാനായി തുടരെ വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല എന്നും, പിന്നീട് അവർ ക്രോണിക് ബാച്ചിലറിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് എന്നോട് പറയുന്നത് എന്റെ തെറ്റിദ്ധാരണ മൂലമാണ് എനിക്ക് ആ പടം നഷ്ടമായതെന്ന്. ക്രോണിക് ബാച്ചിലറിൽ 2 സീനുള്ള ഒരു ചെറിയ വേഷമാണ് അവർ ചെയ്തിരുന്നതെങ്കിലും അവരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടുവെന്നും അവർ അത് നന്നായി ചെയ്തു എന്നും ബാബു എന്നോട് പറഞ്ഞു. 1983 എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ അമ്മയായും കുഞ്ഞിരാമായണം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ അമ്മയായും ഒക്കെ അഭിനയിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവർ പറയുന്നു, സിനിമയിലെ ഉന്നതരായ നടീനടന്മാരുമായി എനിക്ക് വലിയ അടുപ്പമോ ബന്ധമോ ഇല്ല. അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഞാനൊട്ട് ശ്രമിച്ചിട്ടുമില്ല. സിനിമയിലെ വിവാദങ്ങളിലൊന്നും അവർ തലയിടാറില്ല. ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ള താൻ ആവശ്യമില്ലാത്ത
പ്രശ്നങ്ങളിലേക്ക് എന്തിന് തലയിടണമെന്ന് അവർ ചോദിക്കുന്നു. ഇനി എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യം ഞാനിവിടെ പറയാം. എന്റെ നാട്ടുകാരനും അടുത്ത സുഹൃത്തുമായിരുന്ന ആലപ്പി ബെന്നി എന്ന ഒരു ഗായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉൾപ്പെട്ട ഒരു നാടക സംഘം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ വാഹന അപകടത്തിൽ ബെന്നിയുടെ ഒരു കാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു കൃത്രിമ കാലിന് വേണ്ടി പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർക്കെല്ലാം അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയുടെ കോപ്പികളെല്ലാം എനിക്കും അയക്കുമായിരുന്നു. അദ്ദേഹം അവസാന കാലം കഴിഞ്ഞിരുന്നത് പാലായിലെ മരിയൻ ആശ്രമത്തിലും പിന്നീട് പത്തനാപുരം ഗാന്ധി ഭവനിലുമായിരുന്നു. മെരിയൻ ആശ്രമത്തിലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് 2 കാലുകളും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണോ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണോ കാലിനുള്ള സഹായം ലഭിച്ചതെന്ന്. ബെന്നി പറഞ്ഞു, 2 പേരും എന്നെ കൈവിട്ടു. എന്റെ രക്ഷകയായി വന്ന് എനിക്ക് കാൽ നൽകിയത് ഒരു സിനിമാക്കാരിയാണ്, സീമാജി നായർ എന്ന ഒരു മാലാഖ. അതെന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അവർ ഇവിടെ നേരിട്ട് വന്നാണ് എന്നെ ആശ്വസിപ്പിച്ച് എന്റെ കാലിന്റെ അളവെടുത്തുകൊണ്ട് പോയത്. അവർക്ക് നല്ലതേ വരുമെന്ന് ഖണ്ഡമിടറിക്കൊണ്ട് ബെന്നി എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ ബെന്നി ഇന്ന് നമ്മോടൊപ്പമില്ല. സീരിയൽ നടി ശരണ്യ മനോജിന് വേണ്ടി സീമാജി നായർ സഹിച്ച ത്യാഗത്തിന്റെയും കാരുണ്യത്തിന്റെയും വഴികൾ ചരിത്ര താളുകളിൽ എഴുതപ്പെടേണ്ടവ തന്നെയാണ്. നിസ്സഹായയും നിരാലംബയും ക്യാൻസർ രോഗിയുമായ ശരണ്യ മനോജിന്റെ ജീവൻ നിലനിർത്താനും അവർക്ക് സ്വന്തമായി ഒരു ഭവനം നിർമ്മിച്ചു നൽകുവാനും കരുണ മാത്രം കൈമുതലുള്ള ഒരു സ്ത്രീ നടത്തിയ പോരാട്ടമായിരുന്നു അത്. അനവധി ലക്ഷങ്ങളുടെ ആശുപത്രി ബില്ലുകൾ, അവർക്ക് കയറിക്കിടക്കാൻ ഒരിടം, അങ്ങനെ ആ കുടുംബത്തിന് വെളിച്ചമായി കാവലായി മാറിയ സീമാജി നായർ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. സ്വന്തം ആവശ്യത്തിനോ നിലനിൽപ്പിനോ വേണ്ടി ആരുടെ മുൻപിലും കൈ നീട്ടിയിട്ടില്ലാത്ത സീമ, അതായത് ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള സിനിമാ ചാൻസുകൾ പോലും ചോദിച്ചു വാങ്ങാത്ത സീമ, സഹജീവികളുടെ കണ്ണീരൊപ്പാനായി പലരുടെയും മുമ്പിൽ യാചനയോടെ കൈനീട്ടിയിട്ടുണ്ട്. സഹായിച്ചിട്ടുള്ള ആരെയും സീമാജി വിസ്മരിച്ചിട്ടുമില്ല. ശരണ്യയുടെ ആവശ്യത്തിലേക്കായി ഫിറോസ് കുന്നംപറമ്പിൽ നൽകിയ 25 ലക്ഷം രൂപ അന്ന് 25 കോടി കിട്ടിയതിന് തുല്യമായിരുന്നു എന്ന് സീമ ഓർത്തെടുക്കുന്നു. ശരണ്യയുടെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം വിജയം കൈവരിച്ചു വന്നപ്പോഴാണ് ഒരിടിത്തീ പോലെ കോവിഡ് എന്ന മഹാമാരി വന്ന് അവരുടെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോയത്. ശരണ്യയുടെ വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ സീമയുടെ മനസ്സിലെ നീറുന്ന നൊമ്പരവും വിങ്ങലും ഇന്നും നമുക്ക് കാണാവുന്നതാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ സീമാജി നായരെ പോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം പോലും നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു നടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നൊട്ട് അറിയുകയുമില്ല. മലയാള സിനിമയിലെ മദർ തെരേസ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. ശരണ്യയുടെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാനമായി അവർ മറ്റു പലരെയും സഹായിക്കുന്നുണ്ടായിരുന്നു. സീമയുടെ കാരുണ്യത്തിനായി കാത്തു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് അവർ ആശ്വാസം പകർന്നു. സീമാജി നായരും നന്ദു മഹാദേവനുമായിട്ടുള്ള അടുപ്പവും ബന്ധവുമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ക്യാൻസർ ബാധിതനും മോട്ടിവേറ്ററുമായിരുന്ന നന്ദു മഹാദേവൻ ക്യാൻസർ എന്ന മഹാമാരിയോട് പൊരുതുകയും മറ്റ് ക്യാൻസർ രോഗികൾക്ക് ഇൻസ്പിറേഷൻ പകർന്നും നന്ദു 27ാമത്തെ വയസ്സിൽ വിടവാങ്ങി. ആ വേർപാട് ഉൾക്കൊള്ളാൻ ഇന്നും സീമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കോമഡി ഷോകളിലൂടെ പ്രശസ്തയായ മായാ കൃഷ്ണ എന്ന ആർട്ടിസ്റ്റ് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു സങ്കടക്കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. ചിന്തിക്കാൻ പോലും പറ്റാത്ത അവരുടെ ആ അവസ്ഥയെക്കുറിച്ച് സീമാജിയെ ധരിപ്പിക്കുന്നത് മറ്റൊരു സീരിയൽ ആർട്ടിസ്റ്റായ വിജയകുമാരിയായിരുന്നു. സീമാജിക്ക് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇവരുടെ ഒരു പ്രോഗ്രാം പോലും കണ്ടിട്ടുമില്ലായിരുന്നു. എന്നാൽ അവരുടെ ദയനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സലിഞ്ഞ സീമ അവർക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുകയുണ്ടായി. മറ്റൊരു നാടക നടന് വീട് വെക്കുവാനായി സ്വരുക്കൂട്ടിയ പണം മായാ കൃഷ്ണയുടെ ദയനീയ അവസ്ഥ കണ്ട് ആദ്യ പരിഗണന അവർക്ക് നൽകുകയാണ് ഉണ്ടായത്. മായാ കൃഷ്ണയുടെ കാര്യത്തിൽ സീമാജി പറയുന്നത്, പുറമേ നിന്ന് കാണുന്നവർ വിചാരിക്കും അഭിനയിച്ചാൽ ലക്ഷങ്ങൾ കിട്ടുമെന്ന്. 1-2 ദിവസത്തെ ഷൂട്ടിങ്ങിലാണ് ഇത്രയധികം സ്കിറ്റുകൾ ചെയ്യുന്നത്. ഇങ്ങനെ എണ്ണമറ്റ ആൾക്കാരെ സഹായിക്കുമ്പോഴും അവരെ കല്ലെറിയുവാനും അവർക്ക് മുൾക്കിരീടം ചാർത്തിക്കൊടുത്ത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുവാനും ചിലർ മത്സരിക്കുകയാണ്. ശരണ്യ മനോജിന്റെ വീടിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സീമാജി നായരുടെ പേരിലാണെന്നും അതിന്റെ പവർ ഓഫ് അറ്റോർണി എഴുതി വാങ്ങിയിട്ടുണ്ടെന്നും വ്യാജ പ്രചരണം അഴിച്ചുവിട്ടവർ അവരുടെ സത്യസന്ധതയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി മിണ്ടാട്ടം മുട്ടി നിൽക്കേണ്ടി വന്നു. ഇനി വേറെ ചില മിടുക്കന്മാരുടെയൊക്കെ കമന്റുകൾ, വല്ലവരുടെയും വല്ലവന്റെയും ഒക്കെ പണമല്ലേ, സ്വന്തം പോക്കറ്റിൽ നിന്നുള്ളതല്ലല്ലോ എന്നതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അവരുടെ മനസ്സും ശരീരവും ജീവിതവും മാത്രമല്ല, അവരുടെ സ്വർണ്ണാഭരണങ്ങളും അവർ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനങ്ങളും
എല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ചെലവഴിച്ചിട്ടുള്ളതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു മാതൃകാ ജീവിതമാണ് അവർ നയിക്കുന്നത്. എന്നാൽ അവരുടെ കുടുംബ ജീവിതം എടുത്താൽ വിധി അവർക്ക് തീരാ ദുഃഖമാണ് സമ്മാനിച്ചത്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമായതിനാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ സീമയെ വിളിച്ച് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും 10ഓളം പേരുടെ വേദനയുടെയും ബുദ്ധിമുട്ടുകളുടെയും ഉത്തരവാദിത്തം അവരിൽ നിക്ഷിപ്തമാണെന്നാണ്. അതിലൊരു നടനുമുണ്ട്. 1 വർഷമായി അയാളുടെ സംരക്ഷണം സീമയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അയാളുടെ 1 മാസത്തെ ചികിത്സയ്ക്കും മരുന്നിനും കീമോയ്ക്കുമൊക്കെയായി 75,000 രൂപയോളം ചിലവുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലാണെന്ന് സീമയുടെ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തികഞ്ഞ ഈശ്വര വിശ്വാസിയായ അവർ എന്നോട് പറഞ്ഞു, മുന്നോട്ടുള്ള കാര്യങ്ങൾക്കുള്ള വഴികൾ തേടുകയാണെന്ന്. ദൈവം അതും നടത്തി തരുമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത സന്മനസ്സുകൾ ഉള്ളിടത്തോളം കാലം സീമാജി നായരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ, അങ്ങനെയുള്ളവർ സഹായിക്കാൻ തീർച്ചയായും മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കുന്നു. സീമയ്ക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം പകരും. ചിന്തയിലെ ദയ വിനയം പകരും. ദാനത്തിലെ ദയ സ്നേഹം പകരും. ദയാപൂർവമായ ദാനം സ്നേഹമുളവാക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.